ഹലോ, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം രാവിലെ തന്നെ എൻ്റെ ഡ്യൂട്ടി ഞാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച് ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചട്നിയും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ക്യാപ്സിക്കത്തിനെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ കൂടെ ആ പാനിൽ ഒഴിച്ചിട്ട് ഉഴുന്നുപരിപ്പ് മെയിൻ വേണം, വറ്റൽമുളക്, പിന്നെ സവാള, പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു തക്കാളി, പിന്നെ നമ്മൾ ആദ്യം സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ വേണം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അത് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ചൂടോടുകൂടി മിക്സിയിൽ അരയ്ക്കാൻ പാടില്ല, എല്ലാം കൂടെ തെറിച്ച് പോകും. അതിനിടയിൽ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പം സ്പെഷ്യൽ ദോശയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പം പാനിലേക്ക് കുറച്ച് നമ്മുടെ കുരുമുളകും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ വേണ്ടത് മുരിങ്ങയില. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മുരിങ്ങയില ഒന്ന് വെന്ത് ഒന്ന് വാടി വരണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് സാധാരണ ദോശമാവ് എടുക്കുക, നോർമൽ നമ്മൾ ദോശ ഇടുന്ന മാവുണ്ടല്ലോ അതെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള ഗ്രീൻ കളറിലുള്ള ഒരു മാവ് കിട്ടും. എന്നിട്ട് നമുക്ക് ദോശത്തവയിൽ ഇത് നോർമൽ ദോശ ചുടുന്ന പോലെ ചുട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഈ ഒരു കുരുമുളകും ആ ഒരു ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല രുചിയുണ്ട്. ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിങ്ങനത്തെ ഉടായ്പൊക്കെ കാണിച്ചാണ് ഇവരെ കഴിപ്പിക്കണം കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവർക്ക് കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അങ്ങനെ എല്ലാവരും സ്കൂളിലും അതുപോലെ തന്നെ ഏട്ടൻ ഓഫീസിലൊക്കെ പോയി. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോൾ അത് അവിടെ കിടന്ന് റെഡിയാവും. നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് കറക്റ്റായിരിക്കും കൊണ്ടുപോയി വിരിക്കാൻ. കുറേ കാലത്തിന് ശേഷം സൺലൈറ്റിൽ കിടന്ന് തുണി ഇന്ന് ഉണങ്ങാൻ പോകുന്നുണ്ട് സൂര്യപ്രകാശത്തിൽ. കുറേ ദിവസമായി കേട്ടോ അപ്പോൾ മഴ പെയ്തിട്ട്. ഒരാഴ്ച മഴയേ പെയ്തില്ല. സാധാരണ ഒരു ദിവസം വെയിൽ വന്ന പിറ്റേ ദിവസം മഴ വേണ്ടതാണ്. നിങ്ങളൊക്കെ അയൺ കടായി എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ഒന്ന് പറയുമ്പോൾ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ കടായി ജസ്റ്റ് ഒന്ന് ചൂടാക്കും കേട്ടോ. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ, ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നോർമൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അത് എടുത്തിട്ട് ഇത് ആ ഒരു ചട്ടി ഫുള്ള് തേച്ച് കൊടുക്കും. അങ്ങനെ നമ്മളിങ്ങനെ തേച്ചൊക്കെ വെക്കാമെങ്കിൽ ഫുൾ അതിൽ തുരുമ്പൊന്നും പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളങ്ങനെ കഴുകിയിട്ട് ഉടനെ തന്നെ അങ്ങനെ വെക്കുന്ന സമയത്ത് ഫുള്ളകത്ത് തുരുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ കാണാൻ പറ്റുമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്താൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടിരിക്കുക എപ്പോഴും നമ്മുടെ അയൺ കടായിയൊക്കെ. ഇവിടെ ഞങ്ങളുടെ നെയ്ബറാണ് വന്ന് ബാക്ക് യാർഡിലെല്ലാം പുല്ലെല്ലാം വെട്ടിത്തരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സമ്മർ ആരംഭിക്കുമ്പോഴത്തേന് എല്ലാവരും ഫുള്ള് ക്ലീനൊക്കെ ചെയ്യും. കാരണം പെട്ടെന്ന് ഇനി പുല്ല് വളരും. അപ്പം അങ്ങനെ ഈവനിങ് ആയി. അങ്ങനെ വിവാൻകുട്ടി സ്കൂളിൽ നിന്ന് എത്തി. അപ്പോൾ ഇന്ന് അവന് കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബസ്സിനാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു വാൻ പോലത്തെ ഒരു ബസ് വരും. അപ്പോൾ അതിൽ കയറി നമുക്ക് സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഇറങ്ങാൻ പറ്റും. ഇന്ന് ഏട്ടൻ ഓഫീസിൽ പോകണമായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ കൊണ്ടുപോയി വിട്ടേനെമായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മൂമ്മയെ പരിചയപ്പെട്ടു. ആ അമ്മൂമ്മയാണിത് കേട്ടോ. നല്ല സ്നേഹമുള്ള അമ്മൂമ്മ. കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. ബസ് വരെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോൾ എന്നും ക്ലാസ് നടക്കുന്ന ആ റൂമിൽ ബർത്ത്ഡേ പാർട്ടിയാണെന്ന് തോന്നുന്നു, അതിന് ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വഷിക്കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അവൾ അവിടെ ഗ്രൗണ്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. സാധാരണ ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ക്ലാസ് തീരുന്നിടം വരെ അവിടെ ഇരിക്കാറാണ് പതിവ്. ഇന്ന് ചുമ്മാ അങ്ങോട്ട് നടന്നത്. അവിടെ മുതൽ ഇവിടെ ഇരിക്കാൻ വരാൻ എനിക്ക് ടൈം കിട്ടിയത് 15 seconds and 38 milliseconds. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു ടൈമിൽ അവരുടെ സ്കൂളിൽ അത്ലറ്റിക്സ് ആണ് PE ഉൾപ്പെടുത്തിയേക്കുന്നത്. ഓരോ ടൈം വരുമ്പോഴും അവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ റണ്ണിങ് റേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെക്കൻഡ് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് 200 മീറ്ററിൻ്റെ ഇതുണ്ട്, ഓട്ടം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ. അപ്പോഴത്തേനും നമ്മുടെ വിവാൻകുട്ടിയുടെ ക്ലാസ്സും കഴിഞ്ഞു. അങ്ങനെ ഇന്ന് ഞങ്ങളങ്ങനെ തിരിച്ച് വീണ്ടും ബസ്സിലാണ് വരുന്നത് കേട്ടോ. അപ്പം
ഈ ഒരു വഴികളൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും പൂക്കളൊക്കെ, അത് ചെറി ബ്ലോസം എന്ന് പറയുന്നൊരു ട്രീ ആണ് കേട്ടോ. അതിൻ്റെ പിങ്ക് കളറാണ് ഇപ്പം കണ്ടത്. അതുപോലെ വൈറ്റൊക്കെ ഉണ്ട്. പാർക്കിലൊക്കെ പോയാൽ ഇങ്ങനെ കാണാൻ പറ്റും. നേരത്തേക്ക് നമ്മൾ ഈ സമയത്ത് ബസ്സിൽ കയറിയിരുന്ന ഫുൾ ഇരുട്ടായിരുന്നില്ല, ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഇപ്പോൾ എല്ലാം ഫുള്ള് സമയമൊക്കെ മാറിയതുകൊണ്ട് എപ്പോഴും നല്ല ബ്രൈറ്റാണ്. ഒരു 10 മണി വരെ നല്ല വെട്ടം ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു പുതിയ റൂട്ടിൽ കൂടെയൊക്കെയാണ് വന്നത്. ഇവിടെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. പിന്നെ മാപ്പ് ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല, നമുക്ക് ഏത് വഴി കൂടെ വന്നാലും തിരിച്ച് നമ്മുടെ വീട്ടിലെത്തും. അതുകൊണ്ട് ധൈര്യമായിട്ട് വഴി നോക്കി നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയൂ. ഞാൻ റെസിപ്പീസ് ഉൾപ്പെടുത്താൻ കാരണം നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.